السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى. اللهم صل على محمد وعلى آل محمد. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, സമസ്തയുടെ പ്രഭാഷകനായ അബ്ദുസമദ് പൂക്കോട്ടൂരിൻ്റെ ഒരു പ്രഭാഷണം കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലൂടെ ചില ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ചില സുഹൃത്തുക്കൾ അതെനിക്ക് അയച്ചു തന്നിട്ട് ഇതിനൊരു പ്രാമാണികമായ നിലക്കുള്ള മറുപടി അനിവാര്യമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ക്ലിപ്പൊന്ന് കേട്ടു നോക്കി. സത്യം പറഞ്ഞാൽ സത്യമാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ ഞെട്ടിത്തരിച്ചു പോയി. അതിലേറെ എൻ്റെ മനസ്സ് വേദനിക്കുകയും ചെയ്തു. എന്തിനായിരുന്നു അത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വളരെ സമർത്ഥമായി ഈ അബ്ദുസമദ് പൂക്കോട്ടൂർ നല്ല പ്രഭാഷണ പാഠവുമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം പലപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ അതിൽ കാര്യമായ കണ്ടൻറ്റോ തെളിവൊന്നും ഉണ്ടാവില്ല. മറിച്ച് എന്തൊക്കെയോ ചടപടാലിറ്റി പ്രസംഗം നടത്തി സാധാരണക്കാരായ ആളുകളെ ഇയാൾ വളരെ സമർത്ഥമായി വഴിതെറ്റിക്കും. ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനും അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് ഇടതേടാനും അവരോട് സഹായം തേടാനും അവരെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടൊക്കെ തേടാനുമൊക്കെ ഇയാൾ വളരെ സമർത്ഥമായ നിലക്ക് ജനങ്ങളെ വഴിതെറ്റിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം ഉദ്ധരിക്കുന്ന തെളിവുകൾ ഇസ്ലാമികമായ പ്രമാണങ്ങളിൽ നിന്നുള്ള തെളിവുകളല്ല, യുക്തിവാദം പ്രചരിപ്പിക്കുകയാണ്. മാത്രവുമല്ല, തികഞ്ഞ വിഡ്ഢിത്തമാണ് അദ്ദേഹം പറയുന്നത്. പ്രമാണവിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. പ്രമാണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പറയുന്നതെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു. പക്ഷേ വിഡ്ഢിത്തവും അതേപോലെ തന്നെ അവിവേകവും മാത്രമല്ല യുക്തിവാദം പറയാണ്. യുക്തിവാദം പ്രചരിപ്പിച്ചുകൊണ്ടാണ്. എത്രത്തോളം പറഞ്ഞു എന്നറിയോ? ഇപ്പോൾ കഅബാലയത്തിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ മഖാമ് ഇബ്രാഹിമിൻ്റെ പിന്നിൽ മുസ്ലിമീങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കുമല്ലോ. ആ നിസ്കാരത്തെ പോലും ഇയാൾ വളച്ചൊടിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും അത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനുള്ള സുജൂദാണ് പോലും. അബ്ദുസമദ് പൂക്കോട്ടൂർ പ്രസംഗിക്കാൻ അന്തം വിട്ടുപോയി ഞാൻ. ഇങ്ങനെയൊക്കെ മുസ്ലിയാക്കന്മാർ പറയുമോ? നഊദു ബില്ലാഹ്. അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ഇയാൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനും അവരോട് സഹായം തേടാനും ആയത്തുദ്ധരിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അത്ഭുതപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ഇതൊന്ന് കൃത്യമായ നിലയ്ക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾ വഴിപിഴച്ചു പോകും, അവരുടെ പരലോകം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അബ്ദുസമദ് പൂക്കോട്ടൂര് ഇപ്പോൾ ഉയർത്തിവിട്ട പുതിയ ക്ലിപ്പാണോ പഴയതാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ധാരാളം ആളുകൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ വാദങ്ങളെയും നമുക്ക് കൃത്യമായ നിലയ്ക്ക് പ്രമാണങ്ങളെ കൊണ്ട് നേരിടേണ്ടതുണ്ട്. ഈ സംസാരം തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളെല്ലാവരും ശ്രവിക്കണമെന്ന് എൻ്റെ ശ്രോതാക്കളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. حتى يتبين لهم أنه الحق. സഹോദരങ്ങളെ, അബ്ദുസമദ് പൂക്കോട്ടൂർ പറയുന്നത് എന്താണെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നേരിട്ട് ചോദിച്ചാൽ പോരാ. അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതും ചോദിക്കുന്നതൊക്കെ ഈ മുസ്ലിയാക്കന്മാർക്ക് വലിയ അലോസരമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അബ്ദുസമദ് പൂക്കോട്ടൂർ പറയാണ്, അള്ളാഹിനോട് നേരിട്ട് ചോദിച്ചാൽ പോരാ. വിശുദ്ധ ഖുർആനിൽ അതിന് തെളിവുണ്ട്. അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ മറ്റു പലരെയും നിർത്തണം. അത് അള്ളാഹ് തന്നെ ഖുർആനിൽ പറഞ്ഞതാണ്. ഖുർആനിൽ അതിന് തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ആരംഭിക്കുന്നത്. ഏതാണെങ്കിലും കേട്ടു നോക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വിഷയമാണ്, എല്ലാ ആളുകളുടെ മനസ്സിലും പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു കാര്യമാണ്, അള്ളാഹുവിനോട് നേരിട്ട് അങ്ങ് ചോദിച്ചാൽ പോരെ. എന്തിനാ പിന്നെ അതിന്റെ ഇടയ്ക്കൊരാളെ നിർത്തുന്നത്? നേരിട്ട് പടച്ചറപ്പിനോട് ചോദിക്കാൻ, അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് അവസരമുള്ളപ്പോൾ പിന്നെ ഔസുൽ അഅ്ലം അല്ലെങ്കിൽ മമ്പുറത്തെ തങ്ങള് ഇങ്ങനെയുള്ള മഹാന്മാരെ വലുതാക്കി വെച്ച് അവരെയും കൂടി കൂട്ടേണ്ട കാര്യം എന്താണ്? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞതാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിന്റെ തഖ്വ ചെയ്ത് ജീവിക്കുകയും അള്ളാഹുവിലേക്ക് വസീല തേടുകയും വേണം. വസീല. അപ്പൊ തെളിവ് കേട്ടല്ലോ സഹോദരങ്ങളെ, വളരെ ഉഷാറായിട്ടുണ്ട്. അബ്ദുസമദ് പൂക്കോട്ടൂരിൻ്റെ തൊലിക്കട്ടി അപാരമാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തേടാനും അവരോട് സഹായം തേടാനും പ്രാർത്ഥിക്കാനും ഇടതേടാനും ഒക്കെ അള്ളാഹിൻ്റെ കിതാബിൽ നിന്ന് ആയത്തോതി ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പാവപ്പെട്ടവരെ കബളിപ്പിക്കുകയാണ്. ഇദ്ദേഹത്തിനറിയാം ഈ ഓതിയ ആയത്തും ഇദ്ദേഹം പറഞ്ഞ വിഷയവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന കാര്യം ഇദ്ദേഹത്തിനറിയാം. ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പാളയത്തിലുള്ള ആളുകൾക്കൊക്കെ അറിയാം. പക്ഷേ അള്ളാഹുവിനെ ഭയമില്ല. ആയത്തോതി ജനങ്ങളെ കബളിപ്പിച്ച് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. എൻ്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിഷ്പക്ഷമതികളായ ആളുകളോട് ഞാൻ പറയട്ടെ, ഈ ആയത്ത് ഇറങ്ങിയത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലേ?
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അല്ലാത്തവരെ പ്രാർത്ഥിക്കുമ്പോൾ ഇടയിൽ നിർത്തിയോ? അല്ലാഹു അല്ലാത്തവരോട് തേടിയോ? ഈ ആയത്ത് നബിയിൽ നിന്ന് പഠിച്ചതാരാണ്? സഹാബത്തല്ലേ. ആ സഹാബത്ത് അല്ലാഹു അല്ലാത്തവരോട് തേടിയോ? അല്ലാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിച്ചോ? നിങ്ങൾ ചിന്തിക്ക്, ആയിരക്കണക്കിന് പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ആ പ്രാർത്ഥനകളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പ്രാർത്ഥനയിൽ അല്ലാഹു അല്ലാത്തവരെ ഇടയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രാർത്ഥന മുത്ത് നേതാവ് നമുക്ക് പഠിപ്പിച്ചു തന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒക്കെ അല്ലാഹുമ്മ റബ്ബന എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകളല്ലേ. എത്രയോ പ്രാർത്ഥനകൾ, രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വൈകുന്നേരം കിടപ്പറയിലെത്തുന്നത് വരെ വിവിധ മേഖലകളിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളിൽ എവിടെയെങ്കിലും ഈ ആയത്ത് അത് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വബ്തഗൂ ഇലൈഹിൽ വസീല, അതുകൊണ്ട് നമുക്ക് ഇടയിൽ ആളെ നിർത്താം എന്ന് പറഞ്ഞുകൊണ്ട് നബിയോ സഹാബത്തോ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? പച്ചക്കളവല്ലേ ഇയാൾ പറയുന്നത്? പച്ചക്കളവല്ലേ ഈ പറയുന്നത്? ഈ എന്തിനേറെ സമസ്തക്കാരുടെ കിതാബുകളിൽ വരെ പ്രാർത്ഥനകളില്ലേ, ആ പ്രാർത്ഥനകളിൽ വേഗത്തിൽ ഉത്തരം കിട്ടാൻ വേണ്ടി ഇടയിൽ ആളെ നിർത്തിയിട്ടുള്ള പ്രാർത്ഥനകളുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ നിങ്ങൾ നിങ്ങളുടെ കിതാബുകളിൽ കൊടുത്തിട്ടില്ലേ? അതിലുണ്ടോ? എന്താണ് ഇയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനേറെ ഞാൻ ഈ അബ്ദുസ്സമദ് പൂക്കോട്ടൂരിനോട് ചോദിക്കട്ടെ, വായിൽ നാവ് നീളണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തും പറയാനല്ല, ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ലോകത്ത് 10-14 നൂറ്റാണ്ട് കഴിഞ്ഞല്ലോ ഈ ആയത്തിറങ്ങിയിട്ട്, ലോക മുസ്ലിമീങ്ങളൊക്കെ ഇത് ഓതിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. വളരെ പ്രാമാണികരായ മുഫസ്സിറുകളില്ലേ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ച ആധികാരികമായ അതല്ലെങ്കിൽ അവന്റെ മുഫസ്സിരിങ്ങൾ അറിയപ്പെട്ട പ്രഗത്ഭരായ ആധികാരികമായ ഏതെങ്കിലും ഒരു മുഫസ്സിർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ നിങ്ങൾ പറഞ്ഞതുപോലുള്ള ഒരു അർത്ഥം ഈ ആയത്തിന് കൊടുത്തത് അബ്ദുസ്സമദ് പൂക്കോട്ടൂരിന് കാണിച്ചു തരാൻ കഴിയുമോ? എന്തെങ്കിലും വിളിച്ചു പറയാം. നിങ്ങൾ തന്നെ അംഗീകരിക്കുന്ന മുഫസ്സിരിങ്ങളില്ലേ, അവര് പറഞ്ഞോ? നിങ്ങൾ പള്ളി ദർസിൽ ഓതിക്കൊണ്ടിരിക്കുന്ന ജലാലൈനിയില്ലേ, ആ ജലാലൈനിയിലെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനും ഇടതേടാനുമാണ് ഈ ആയത്തിൽ പറയുന്നത് എന്ന് കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്തിനേറെ അതൊന്നും വേണ്ട, നിങ്ങൾ തന്നെ നിങ്ങളുടെ പാളയത്തിൽ ഒരുപാട് മലയാള പരിഭാഷ ഇറക്കിയിട്ടില്ലേ, ആ മലയാള പരിഭാഷയിലെങ്കിലും അതല്ലെങ്കിൽ മലയാള ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ അർത്ഥം കാണിച്ചു തരാൻ അബ്ദുസ്സമദ് പൂക്കോട്ടൂരിന് സാധിക്കുമോ? ചോദിക്കട്ടെ. ഞാൻ 1-2 സാമ്പിളുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഈ കാണുന്നത് വിശുദ്ധ ഖുർആൻ പരിഭാഷ ആരാണ് എഴുതിയതെന്നറിയോ? റഹ്മത്തുള്ള ഖാസിമി മൂത്തേടം. പുള്ളിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ കുറച്ച് ദിവസങ്ങളായി എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് നമുക്ക് വിശദമായി വിശകലനം ചെയ്യേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ഖുർആൻ പരിഭാഷയിൽ ഏതാണെങ്കിലും ഈ അബ്ദുസ്സമദ് പൂക്കോട്ടൂരോധിയ ഈ ആയത്ത് അദ്ദേഹം കൊടുത്തിട്ട് അതിന് അർത്ഥം കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയ വ്യാഖ്യാനക്കുറിപ്പും കൊടുക്കുന്നുണ്ട്. അത് ഏതാണെങ്കിലും സത്യ പറഞ്ഞത് എന്താ കേട്ടോളി. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല എന്നതിന് നിങ്ങൾക്ക് ശരിക്ക് കാണാം, സ്ക്രീനിൽ കണ്ടോളിം. ആശയം കൊടുക്കുന്നത് കാണാം. അള്ളാഹുവിന് വഴിപ്പെട്ടും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചും അവന്റെ പ്രീതിയും സാമീപ്യവും കരസ്ഥമാക്കാൻ ശ്രമിക്കുക എന്നതാണ് അള്ളാഹുവിലേക്കുള്ള സാമീപ്യമാർഗം അന്വേഷിക്കുക എന്നതുകൊണ്ട് വിവക്ഷ. അപ്പോൾ വബ്തഗൂ ഇലൈഹിൽ വസീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടും അതേപോലെ തന്നെ അള്ളാഹ്ക്ക് വഴിപ്പെട്ടുകൊണ്ടും അവനിലേക്ക് സാമീപ്യമാർഗം തേടുക, അന്വേഷിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് റഹ്മത്തുള്ള ഖാസിമി, ആരാണ്? നിങ്ങളുടെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാർ, നിങ്ങൾ പറയുന്ന പണ്ഡിതന്മാര് എഴുതി വെച്ചതാണ് ഞാൻ ഈ വായിച്ചു കേൾപ്പിച്ചത്. നിങ്ങൾ പറഞ്ഞതാണോ? എന്തിനാണ് പൂക്കോട്ടൂരെ മരിച്ചു പോകേണ്ട ജനങ്ങളെങ്ങനെ വഞ്ചിക്കണോ, ഇങ്ങനെ കബളിപ്പിക്കണോ? ഒരു സാമ്പിളും കൂടെ, കുറെ വായിക്കാണ്ട്, ഒരു സാമ്പിളും കൂടെ. ഇതാ നിങ്ങൾ ഈ കാണുന്നത് ഖുർആൻ പരിഭാഷയും വ്യാഖ്യാനവുമാണ്. ഖുർആൻ പരിഭാഷയും വ്യാഖ്യാനവും 1-ാം വാല്യം അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനി. ഈ ആയത്തിന്റെ അർത്ഥം കൊടുത്തത് നമുക്ക് അർത്ഥം കൊടുത്തിട്ടുണ്ട്. അതിന്റെ വ്യാഖ്യാനം ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. എന്താ? അള്ളാഹുവിങ്കലേക്ക് എത്തിക്കുന്ന മാർഗം തേടുക, അതായത് അവനെ അനുസരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നതാണ് വബ്തഗൂ ഇലൈഹിൽ വസീല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളുടെ കിതാബുകളിൽ നിന്നാണ് ഞാൻ വായിച്ചത്. അവിടെ പോലും നിങ്ങൾ ഈ പറഞ്ഞ ആശയമില്ല. എന്നിട്ട് ഇയാൾ ആയത്തോതി ജനങ്ങളെ വഞ്ചിക്കുകയും ദുർവ്യാഖ്യാനം ചെയ്യുകയുമാണ്. എത്രമാത്രം കഷ്ടമാണ്, ആലോചിച്ച് നോക്കൂ. ഇതാണ് ഇവരുടെ തെളിവിന്റെ കോലം. ഇവര് കൊണ്ട് നടക്കുന്ന ഇവരുടെ പാളയത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പരിഭാഷയിലോ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ പോലും ഈ അർത്ഥം കൊടുത്തിട്ടില്ല. ആയത്തണ്ട് ഓതിയിട്ട് തോന്നിയ അർത്ഥം പറയാ. ഇതിനല്ലേ യുക്തിവാദം എന്ന് പറയുന്നത്? ഇതല്ലേ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ ചെയ്തത്?
ജനങ്ങളെ വഞ്ചിക്കുകയല്ലേ? ഇതാണോ അഹ്ലുസുന്നത്തി വൽ ജമാഅ? ഇതിനാണോ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്? നിങ്ങളും അഹ്ലുസുന്നയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് പൂക്കോട്ടൂരെ? ഏതാണെങ്കിലും പൂക്കോട്ടൂര് പറയട്ടെ. തുടർന്ന് അദ്ദേഹം വേറെയും പല കാര്യങ്ങളും പറയുന്നുണ്ട്, നമുക്ക് കേൾക്കാം. പെട്ടെന്ന് മനസ്സിലാകുന്ന ഉദാഹരണം സാധാരണക്കാർക്ക് വേണ്ടി പറയാം. അവർക്ക് കിതാബിനെക്കാളും പ്രായോഗികതയാണ് തിരിയ, നക്കലിനെക്കാളും അക്കലാണ് തിരിയ. നക്കലിയായ ദലീലിനെക്കാളും അക്കലിയായ ദലീൽ. കേട്ടില്ലേ സഹോദരങ്ങൾ, ബഹുരസമാണ്. എന്താണ് ഈ മുസ്ലിയാർ പറഞ്ഞത്? നക്കലിയായ തെളിവിനേക്കാൾ എല്ലാവർക്കും മനസ്സിലാകുക അക്കലിയായ തെളിവാണ്, അത് യുക്തിവാദമാണ് എന്ന്. അത് ശരിയാണ്. കാരണം ഖുർആൻ നിങ്ങളുടെ കയ്യിലില്ല, ഹദീത്ത് നിങ്ങളുടെ കയ്യിലില്ല, സച്ചരിതരുടെ മാർഗം നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങൾ തട്ടിപ്പടച്ചുണ്ടാക്കിയ ആശയമാണ് നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണോ അഹ്ലുസുന്ന? ഈ യുക്തിവാദം പറയലാണോ മുസ്ലിയാരെ അഹ്ലുസുന്ന? നിങ്ങൾ ഓതിയ ആയത്തിന്റെ കോലം തന്നെ നമ്മൾ കാണിച്ചെന്നില്ലേ? അതുപോലും നിങ്ങളുടെ പാളയത്തിൽ നിന്നിറങ്ങുന്ന കിതാബുകളിൽ പോലും നിങ്ങൾ പറയുന്ന ആശയമില്ല. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നഖലിയായ തെളിവില്ലാത്തത് കൊണ്ട് നിങ്ങൾ യുക്തിവാദം പറയുകയാണ്. അതല്ലെങ്കിൽ വിശ്വാസപരമായ കാര്യമല്ലേ മുസ്ലിയാരെ? ഇസ്തിഗാസയും തവസ്സുലൊക്കെ വിശ്വാസപരമായ കാര്യങ്ങളല്ലേ? അത് നിങ്ങളെ അഖില് തെളിവാകുമോ മുസ്ലിയാരെ? അതിനൊക്കെ ദീനിന്റെ പ്രമാണങ്ങൾ, ഇതാ ഖുർആൻ, ഇതാ സുന്നത്തിതാ എന്ന് പറഞ്ഞ് അതല്ലേ നിങ്ങൾ ഉദ്ധരിക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ അതില്ല മുസ്ലിയാരെ. ഇനിയോ ഈ അഖിലിയായ തെളിവുണ്ടല്ലോ യുക്തിവാദം, അതോ അത് തികഞ്ഞ വിഡ്ഢിത്വമാണ്, പറയുന്നത് മണ്ടത്തരമാണ്. കേൾക്കാം. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ പരിശുദ്ധ മക്കയിലെ ഹറമിലേക്ക് പോകുന്നു. ഉംറക്കാകട്ടെ, ഹജ്ജിനാവട്ടെ, വെറുതെ ആവട്ടെ, അവിടെ ചെന്ന് മസ്ജിദുൽ ഹറാമിൽ നമ്മൾ കടന്നാൽ, മക്കത്തെ പള്ളിയിൽ കടന്നാൽ ആദ്യമായി ചെയ്യേണ്ടത് ത്വവാഫാണ്. ഈ ത്വവാഫ് നമ്മൾ ചെയ്താൽ പിന്നെ നമ്മൾ അടുത്ത പടി 2 റക്അത്ത് നമസ്കാരമാണ്. ഈ 2 റക്അത്ത് നമസ്കാരം എവിടെയാണ് നിസ്കരിക്കേണ്ടത്? സാധാരണക്കാരോടാണ് ഞാൻ പറയുന്നത്, പണ്ഡിതന്മാർക്ക് ഇത് കേൾക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ആ നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത് ശരിക്കും നമ്മൾ മനസ്സിൽ കൊള്ളുന്നത് എവിടെയാ? മനസ്സിൽ കൊള്ളുന്നത് ഏറ്റവും നല്ല സ്ഥലം കഅബയുടെ ഉൾഭാഗമാണ്. കഅബയുടെ ഉള്ളിൽ നിസ്കരിക്കണം, അതല്ല ഏറ്റവും പുണ്യം. നമുക്ക് സാധാരണക്കാർക്ക് കഅബയിലേക്ക് കയറാൻ കഴിയില്ലെങ്കിൽ, പൂട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അത് കഅബയിൽ പെട്ടതാ. ഹിജ്ർ ഇസ്മായിൽ കയറിയിട്ട് നിസ്കരിക്കണം. അവിടെ നിസ്കരിക്കാൻ പറഞ്ഞില്ലല്ലോ. നിസ്കരിച്ചാൽ ശരിയാവും, അത് വേറെ കാര്യം. 1-ാം സ്ഥാനം അവിടെ അല്ല. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നിസ്കരിക്കാൻ താല്പര്യമുള്ള സ്ഥലം ഏതാ? ഹജറുൽ അസ്വദിന്റെ മൂല. എന്താ അതിന്റെ പ്രത്യേകത? അവിടെ വെച്ചിട്ട് നമ്മൾ ദുആ ചെയ്ത് വലല്ലാലീൻ എന്നൊക്കെ പറഞ്ഞ് ദ്വാരക്കുമ്പോൾ ആമീൻ പറയില്ല. ആരാ ആമീൻ പറയാ? നമ്മളല്ല. ഉക്കില ബിഹി 70 മലക്കാ, 70 മലക്കുകളോട് ആമീൻ പറയണ്ടോ? 70 മലക്കുകൾ അവിടെ നിസ്കരിച്ചൂടെ? അല്ല ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്ത് വാതിൽ പടിയിൽ ജനങ്ങൾ ഒട്ടി നിൽക്കുന്ന മുൽത്തസമുണ്ട്, അവിടെ എന്ത് ചോദിച്ചാലും അല്ലാഹു ഉത്തരം തരും. എന്തേ അവിടെ നിസ്കരിക്കാൻ പറഞ്ഞില്ല? എവിടെയാ നിസ്കരിക്കാൻ പറഞ്ഞത്? മക്കാം ഇബ്രാഹിമിന്റെ പുറകിൽ. എന്താ മക്കാം ഇബ്രാഹിമിന്റെ പ്രത്യേകത? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിക്കുമ്പോൾ കയറി നിന്നൊരു കല്ലുണ്ട് അവിടെ. ആ കല്ല് ഒരു പ്രത്യേക കൂട്ടിൽ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ കല്ലിന്മേൽ ഇബ്രാഹിം നബി തങ്ങളുടെ കാൽപാദത്തിന്റെ പതിഞ്ഞ അടയാളമുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ അതിന് പിന്നിൽ തക്ബീർ കെട്ടി നിൽക്കുമ്പോൾ സത്യത്തിൽ ഇബ്രാഹിം നബിയുടെ കാലിന്റെ ചുവട്ടിൽ പോയി സുജൂദ് ചെയ്യാൻ പോവാണ്. നല്ല തൗഹീദും ഉറച്ച വിശ്വാസമുള്ള ഒരാളെ മനസ്സിൽ ചിന്തിക്കൂലേ, പടച്ചവനെ നിനക്ക് ഞാൻ ചെയ്യുന്ന സുജൂദ് എന്തിനാ ഇബ്രാഹിം നബിയുടെ കാൽക്ക് പോയി ചെയ്യുന്ന ഒരു ശിർക്കാവൂലേ? എങ്ങനെയുണ്ട്? മരണപ്പെട്ടു പോയ ആളുകളെ വിളിക്കാൻ മുസ്ലിയാർ കൊണ്ടുവരുന്ന യുക്തിവാദമാണ് നിങ്ങൾ കേട്ടത്. എന്തൊരു കഷ്ടമാണ്, എന്തൊരു ദുർവ്യാഖ്യാനമാണിത്. പാവപ്പെട്ടവരെ കബളിപ്പിക്കുകയല്ലേ? മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്നുള്ള 2 റക്അത്ത് നിസ്കാരം, അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനുള്ള സുജൂദാണ് പോലും. വല്ലാത്ത കണ്ടുപിടുത്തം തന്നെ മുസ്ലിയാരെ. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ എന്തൊക്കെ പറയാം, എന്തൊക്കെ വ്യാഖ്യാനിക്കാം, എന്തിനൊക്കെ തെളിവുണ്ടാക്കാം. ഇതാണോ ഇസ്തിഗാസക്കും തവസ്സുലിനൊക്കെ ഉള്ള തെളിവ്? ഇതാണോ തെളിവ് മുസ്ലിയാരെ? അങ്ങനെ പറഞ്ഞാൽ എന്തിനാണ് മക്കത്ത് പോകുന്നത് മുസ്ലിയാരെ? ഇവിടെ നമ്മൾ പള്ളിയിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ 1-ാമത്തെ സൊഫിൽ നിൽക്കുന്നവരുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്ന 2-ാമത്തെ സൊഫ്, 3-ാമത്തെ സൊഫൊക്കെ മുമ്പിൽ നിൽക്കുന്ന നമസ്കരിക്കുന്ന ആളുകളുടെ കാലിൻ്റെതായല്ലേ സുജൂദ് ചെയ്യുന്നത്? അത് അവർക്കുള്ള സുജൂദാണെന്ന് പറയാൻ പറ്റുമോ മുസ്ലിയാരെ? എന്ത് ആന വിഡ്ഢിത്തമാണ് നിങ്ങൾ പറയുന്നത്? ലോക മുസ്ലിമീങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനുള്ള സുജൂദാണത് മഖാമു ഇബ്രാഹിമിന്റെ പിന്നിലുള്ള നിന്നുള്ള നിസ്കാരം. ലോകത്തുള്ള മുസ്ലിമീങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയോ? ലോകത്തുള്ള മുസ്ലിമീങ്ങൾ, ഞങ്ങൾ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കിയത് എന്താണെന്നറിയോ? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് മുസ്ലിമീങ്ങൾ എന്തുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന ശിരസാവഹിക്കുകയാണ് ചെയ്യുന്നത്. വതഖറബൻ ഇലൈഹി, അവനിലേക്ക് സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞു നിങ്ങൾ അവിടെ വെച്ച് നിസ്കരിക്കുക എന്നത്. അത് റബ്ബിന്റെ കൽപ്പനയാണ്. ആ കൽപ്പന ശിരസാവഹിച്ചുകൊണ്ട് അതിന്റെ യുക്തിയോ ഉദ്ദേശമോ
തത്വമോ ഹിക്മത്തോ ഒന്നും അന്വേഷിക്കാതെ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ അല്ലാഹ് കൽപ്പിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് അത് ചെയ്യുന്നത്. അതല്ലാതെ അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനുള്ള സുജൂദാണെന്ന് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. ഇസ്ലാമിന്റെ ഇബാദത്തുകളൊക്കെ അങ്ങനെയാണ്. അതിന്റെ യുക്തിയും അതിന്റെ തത്വമൊന്നും അതിന്റെ ഹിക്മത്തൊന്നും ആർക്കും അറിയില്ല. അതൊക്കെ അള്ളാഹു കൽപ്പിച്ചതുപോലെ ചെയ്യുക. തവാഫ് എന്താ 7 ചുറ്റ് മുസ്ലിയാരെ? അതിന്റെ ഹിക്മത്ത് എന്താ? അറിയില്ല. അത് അങ്ങനെയാ പഠിപ്പിച്ചത്. സഅയ് എന്തിനാണ് 7 പ്രാവശ്യം ചെയ്യുന്നത്? അത് അങ്ങനെയാ പഠിപ്പിച്ചത്. എന്തിനാണ് ഹജ്ജിന്റെയും ഉംറയുടെയും ഒക്കെ വിവിധങ്ങളായ കർമ്മങ്ങൾ, അറഫ, മിന, മുസ്ദലിഫ, എന്താണത്? അതൊക്കെ പഠിപ്പിക്കപ്പെട്ടതുപോലെ ചെയ്യുന്നു. ഇതാണ് അതിന്റെ ഉദ്ദേശം. ഇപ്പൊ ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്ന കാര്യം തന്നെ അതിപ്പോ സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലല്ലേ? ഇപ്പൊ നമ്മുടെ യുക്തി എന്താ പറയുന്നത്? സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലാണ്, അതുകൊണ്ട് അതിനെ ചുംബിക്കുക എന്ന നിലക്കാണ് യുക്തിപരമായി അതിനെ നേരിടുമ്പോൾ അതിനെ കാണുമ്പോൾ ചില ആളുകൾ പറയാ. പക്ഷെ അങ്ങനെയല്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? ഇന്നി ലാ അഅലമു അന്നക ഹജർ, എനിക്കറിയാം നീ ഒരു കല്ല് മാത്രമാണ്. ലാ തളുറു വലാ തൻഫഉ, ഉപകാരമോ ഉപദ്രവമോ ചെയ്യില്ല. സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലാണെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് അറിയാം. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നിന്നെ ചുംബിക്കാൻ അതിന്റെ പേരിൽ ഞാൻ തയ്യാറല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടതുകൊണ്ട്, എൻ്റെ പ്രവാചകന്റെ ചര്യ അനുധാവനം ചെയ്തുകൊണ്ടാണ് ഞാൻ നിന്നെ ചുംബിക്കുന്നത് എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതല്ലാതെ അതിൻ്റെയൊക്കെ യുക്തി തേടിപ്പോവലല്ല, ഇല്ലാത്ത വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കലല്ല. ലോക മുസ്ലിമീങ്ങൾ മനസ്സിലാക്കിയതിന് എതിരെ പറഞ്ഞ് യുക്തിവാദം പറഞ്ഞുകൊണ്ട് ഈ നിലക്ക് ജനങ്ങളെ വഴിതെറ്റിക്കലല്ല. മഖാമു ഇബ്രാഹിം എന്ന കല്ല് അതിന് പോരിശുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തവാഫ് ചെയ്യാൻ പറ്റുമോ? ദീന് പഠിപ്പിച്ചിട്ടില്ല. അതിനെ ചുംബിക്കാൻ പറ്റുമോ മുസ്ലിയാരെ? ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നത് പോലെ പറ്റൂല. അതിന് തൊട്ടുമുത്താൻ പറ്റുമോ? പറ്റുകയില്ല. അതിന് എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ മുസ്ലിയാരെ? പറ്റൂല. അള്ളാഹ് കാണുന്നത് പോലെ കാണുകയും കേൾക്കുകയും ചെയ്യും ആ കല്ല് എന്ന് വിശ്വസിക്കാൻ പറ്റുമോ മുസ്ലിയാരെ? പറ്റൂല. എന്തുകൊണ്ടാണ് ഇതെല്ലാം പറ്റാത്തത്? ഇതൊന്നും ദീന് പഠിപ്പിച്ചതല്ല. മറിച്ച് പഠിപ്പിച്ചിടത്ത് നിൽക്കുക, പഠിപ്പിച്ചതുപോലെ ചെയ്യുക, അള്ളാഹുവിലേക്ക് തഖർറുബ് ആഗ്രഹിക്കുക. ഇതാണ് അതിനെ സംബന്ധിച്ച് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കിയത്. ഇത് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ അറിയാതെ ആദ്യം നിങ്ങൾ കൊണ്ടുവന്ന യുക്തിവാദത്തെ നിങ്ങൾ തന്നെ പൊളിച്ചെടുക്കുന്നുണ്ട് മുസ്ലിയാരെ. നിങ്ങൾ പറയുന്നത് തന്നെ വൈരുദ്ധ്യാത്മകമാണ്. മുസ്ലിയാരെ ആദ്യം കൊണ്ടുവന്ന മുസ്ലിയാരുടെ ആ ചീട്ട് കൊട്ടാരത്തെ മുസ്ലിയാർ തന്നെ തച്ച് തകർക്കുന്നത് നിങ്ങൾക്കൊന്ന് കേൾക്കാം. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാരണം അള്ളാഹു നേരെ പറഞ്ഞതാ, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, നിങ്ങൾ ഇബ്രാഹിം മഖാമിനെ മുസല്ലയാക്കണം. എന്താ കാരണം? കേട്ടില്ലേ സുഹൃത്തുക്കളെ, വിരോധാഭാസമല്ലേ? മുസ്ലിയാർ ആദ്യം പറഞ്ഞു കൊണ്ടുവന്നതിനൊക്കെ മുസ്ലിയാർ ഇവിടെ തകർത്തിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളും പറയുന്നത്. നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇതൊന്നും തെളിവായി കൊണ്ടരുത് നിങ്ങളെ യുക്തിവാദം കൊണ്ട്. അത് സുജൂദും അല്ല, ഒന്നുമല്ല. മറിച്ച് അള്ളാഹ് അവിടെ നിസ്കരിക്കാൻ പറഞ്ഞു, മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്നു, അവിടെ നിന്നാ മതി. അതല്ലാതെ നിങ്ങളുടെ പിഴച്ച ശിർക്കൻ വിശ്വാസത്തിന് ഇതേപോലെയുള്ള യുക്തിവാദവുമായി വരരുത് എന്നാണ് മുസ്ലിയാരോട് പറയാനുള്ളത്. പിന്നെ മുസ്ലിയാർ പറയാണ്, ദീനിൽ ഇവർ കൊണ്ട് നടക്കുന്ന ഈ അന്ധവിശ്വാസങ്ങളും ശിർക്കിനൊക്കെ തെളിവ് ഇമാം അബൂ ഹനീഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് തവസ്സുൽ ചെയ്തു പോലും അത് ഇസ്ലാമിന്റെ വലിയ തെളിവാണ് എന്നാണ് മുസ്ലിയാർ പറയുന്നത്. കേൾക്കാം. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ലോക പ്രശസ്ത പണ്ഡിതൻ. അതിനേക്കാൾ വലിയൊരു പണ്ഡിതൻ നമ്മുടെ സമൂഹത്തിൽ ആരാ ഉദ്ധരിക്കാൻ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗദ ഷരീഫിന്റെ മുമ്പിൽ നിന്നിട്ട് വളരെ കൃത്യമായി അഷ്റഫുൽ ഖൽഖിനെ കൊണ്ട് തവസ്സുൽ ചെയ്തല്ലോ. മാത്രല്ല നേരെ പറഞ്ഞില്ലേ, അന്തല്ലദീ ലമ്മ തവസ്സല അദമു മിൻ സല്ലത്തിൻ ബിക ഫഅസവഹു അബാക. ഇസ്ലാമിന്റെ തെളിവുകൾ ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസാൻ. പ്രത്യേകിച്ച് വിശ്വാസപരമായ കാര്യങ്ങൾക്ക് കൃത്യമായ നിലക്കുള്ള തെളിവ് വേണം, എങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ലോകത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്തു എന്നെ വന്നാൽ പോലും അത് അള്ളാന്റെ ദീനിൽ വിശ്വാസപരമായ ഒരു കാര്യത്തിന് തെളിവല്ല, പറയേണ്ടതില്ലല്ലോ. മാത്രവുമല്ല, ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല നിങ്ങൾ ഈ പാടിയ പാട്ടും പാടി ഇതേപോലെ തവസ്സുൽ ചെയ്തു എന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? അതേതെങ്കിലും കിതാബുകളിൽ അങ്ങനെ ആരെങ്കിലും കള്ളക്കഥകൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതാണോ ഇസ്ലാമിന്റെ തെളിവ്? മഹാനായ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല അദ്ദേഹം ഇത്തരം വിശ്വാസങ്ങൾക്ക് എതിരാണ്. അത് തന്നെയാണ് നിങ്ങൾ ഈ കൊണ്ടുവന്ന സംഗതി അദ്ദേഹത്തിന്റെ പേരിലുള്ള കള്ള ആരോപണമാണ് എന്നതിന്റെ തെളിവ് അത് തന്നെയാണ്. നിങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ശരിയായ സനദോടുകൂടെ മഹാനായ ഇമാം അബൂ ഹനീഫയിലേക്ക് എത്തുന്നില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് കൊണ്ടുവരുന്ന സംഗതികൾ കൃത്യമായ നിലക്കുള്ള തെളിവായിരിക്കണം നിങ്ങൾ കൊണ്ടുവരേണ്ടത്. അതല്ലാതെ എന്തെങ്കിലും വാറോലകൾ ആരെങ്കിലും ലോകത്ത് എഴുതി പ്രചരിപ്പിക്കുന്നതല്ല.
ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തേടുന്നത് പോലും എതിർത്ത മഹാന്മാരായ ഇമാമിങ്ങൾ അവരുടെ പേരിലാണ് ഇതേപോലെയുള്ള കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ സാധാരണക്കാരായ ആളുകൾ ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ വിചാരിക്കെന്താ, അവിടെ ചെല്ലുമ്പോൾ അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനുള്ള സുജൂദാണ്, വഴിപിഴപ്പിക്കുകയല്ലേ മുസ്ലിയാരെ, ഇമാമിങ്ങൾ പോലും അത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ജനങ്ങൾ തെറ്റിദ്ധരിക്കൂലേ? പറയുന്ന കാര്യം സത്യസന്ധമാകണം. ഏതാണെങ്കിലും മുസ്ലിയാർ തുടർന്ന് പറയട്ടെ, ഇവരുടെ ഈ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാനും തേടാനും ഒക്കെ ഉള്ള തെളിവ്, അതിന്റെ ബലം നമുക്കൊന്ന് പരിശോധിക്കാം. മുസ്ലിയാർ തുടരട്ടെ. പരിശുദ്ധമായ അറഫ പുണ്യഭൂമിയിൽ ദുൽഹജ്ജ് 9 ലോഹർ ബാങ്ക് വിളിച്ചിട്ട് അത് ആ ദുആക്ക് വേണ്ടി ലോകത്തെ സകല സ്വാലിഹ്യങ്ങൾ ഒരുമിച്ച് കൂടും. ഒരുപാട് നല്ല മനുഷ്യന്മാർ ഒരുമിച്ച് കൂടുന്നു എന്നതുകൊണ്ട് മോശപ്പെട്ട ആളുകൾക്ക് പോലും നല്ലവരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു ഉത്തരം നൽകുന്ന, നല്ലതിന്റെ കൂടെ മോശപ്പെട്ടവർ ചേർന്നപ്പോൾ അവർക്ക് ഉത്തരം കിട്ടിയെന്ന, അതാണ് അതിന്റെ പ്രത്യേകത. എല്ലാ നല്ല മനുഷ്യന്മാരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നത് കൊണ്ട്, അപ്പോൾ നല്ല മനുഷ്യരുടെ സാന്നിധ്യത്തിൽ, നല്ല മനുഷ്യരുടെ കേന്ദ്രത്തിൽ പോയി ദുആ ചെയ്താൽ, മമ്പർ തങ്ങൾ സ്വാലിഹായ മനുഷ്യനായിരുന്നു, ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. മഹാന്റെ മക്ബറയിൽ പോയി അദ്ദേഹത്തെ മുൻനിർത്തി ദുആ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൽ നിന്നുള്ളൊരു ഗുണം അള്ളാഹു വഴി നമുക്ക് കിട്ടും. കേട്ടില്ലേ സഹോദരങ്ങളെ, അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ തെളിവിന്റെ കോലമാണിത്. അറഫയിൽ ലോക മുസ്ലിമീങ്ങൾ അള്ളാഹുവിനോട് വിളിച്ച് തേടുന്നതാണത്രേ. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് തേടാനും മക്ബറിന്റെ അടുത്ത് പോയി ആ ഖബറാളിയോട് വിളിച്ച് തേടാനൊക്കെ ഉള്ള തെളിവ് വല്ലാത്തൊരു തൊലിക്കട്ടി തന്നെ. അപാരമാണ് അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ തൊലിക്കട്ടി. ഞാൻ കുറെ ചിന്തിച്ചു, ഇയാളുടെ വിശ്വാസവും അറഫയിലുള്ള പ്രാർത്ഥനയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ലോക മുസ്ലിമീങ്ങൾ അറഫയിൽ ഒരുമിച്ച് കൂടി ഏകനായ റബ്ബിനോട് വിളിച്ച് തേടുകയാണ്. തൗഹീദിന്റെ വിളംബരമാണ് അവിടെ നടക്കുന്നത്. ആ തൗഹീദിനെ ഈ ശിർക്കിലേക്ക്, അതല്ലെങ്കിൽ ശിർക്കിന് തെളിവായി കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ എന്ത് ബന്ധമാണ് മുസ്ലിയാരെ ഉള്ളത്? നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഇടതേടുകയും ചെയ്യുന്ന സംഗതിക്ക് അറഫയിൽ ഹാജിമാർ ഒരുമിച്ച് കൂടി അള്ളാഹിനോട് തേടുന്നത് എന്ത് തെളിവാണ്? അവിടെ സ്വാലിഹീങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്നത് കൊണ്ടാണ് ഉത്തരം കിട്ടുന്നത് എന്നാണ് മുസ്ലിയാർ പറയുന്നത്. മുസ്ലിയാരെ, ഇത് നിങ്ങളുടെ വാദത്തിന് തെളിവല്ല. അറഫയിൽ ഏതെങ്കിലും ഖബറിൽ കിടക്കുന്ന മഹാന്മാരെയാണോ ഹാജിമാര് വിളിച്ചു തേടുന്നത്? എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഇനി പോകട്ടെ, അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ഹാജിമാരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടാണ് അവിടെ ഒരുമിച്ച് കൂടുന്ന മുസ്ലിമീങ്ങൾ തേടുന്നത് എങ്കിലെങ്കിലും ഇയാളുടെ വാദത്തിന് എന്തെങ്കിലും തെളിവുണ്ടായിരുന്നു? ഒരു ബന്ധമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഴിതെറ്റിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതും നിങ്ങളുടെ ഖബറുകളിൽ, നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ ഖബറുകളിൽ നടക്കുന്ന ശിർക്കൻ വിശ്വാസവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഒരു ബന്ധമില്ല. ഇപ്പൊ ഹാജിമാർ ഒരുമിച്ച് കൂടുന്നത് കൊണ്ടാണ് അവർക്ക് ഉത്തരം കിട്ടുന്നത് എന്നാണല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് അതേപോലെ ഖബറിന്റെ അടുത്ത് പോയി, മമ്പുറത്തും മറ്റിടത്തൊക്കെ പോയിട്ട് ഞങ്ങൾ അള്ളാഹിനോടാണ് പ്രാർത്ഥിക്കുന്നത്, അവിടെ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്നതാണ് മുസ്ലിയാര് പറഞ്ഞു വെക്കുന്നത്. അത് മുസ്ലിയാരെ നിങ്ങളുടെ കീശയിൽ നിന്ന് കൊണ്ടുവന്ന ആശയമാണ്. അറഫയിൽ ഹാജിമാര് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ ദീനാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. എന്നാൽ ഏതെങ്കിലും ഒരു മക്ബറയുടെ അരികിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കൽ പ്രത്യേക ഫളിലാണ്. അവിടെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, സ്വഹാബത്ത് മനസ്സിലാക്കിയത്, സച്ചരിതര് മനസ്സിലാക്കിയത് അബ്ദുസമദ് പൂക്കോട്ടൂരിന് കാണിക്കാൻ പറ്റുമോ? നിങ്ങളുടെ കീശയിൽ നിന്ന് നിങ്ങൾ ഖിയാസാക്കുക, നിങ്ങൾ യുക്തിവാദം പ്രചരിപ്പിക്കുക, അള്ളാന്റെ ദീനിന് അതിന് തെളിവില്ല എന്ന് മാത്രവുമല്ല, അറഫയിൽ ഹാജിമാർ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത് പോലെയാണോ നിങ്ങൾ നിങ്ങളുടെ മഖ്ബറകളിൽ പ്രാർത്ഥിക്കുന്നത്? ഇപ്പൊ മമ്പുറത്ത് ആ മമ്പുറം തങ്ങളെയല്ലേ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? എത്ര നിങ്ങൾക്ക് സാമ്പിളുകൾ ഞാൻ കാണിച്ചു തരും. മമ്പുറം തങ്ങളുടെ മൗലിദ്, നിങ്ങൾ എഴുതി വെച്ച നിങ്ങളുടെ കിതാബുകൾ, എത്ര എണ്ണം ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എത്ര എണ്ണം വേണം നിങ്ങൾക്ക് പറഞ്ഞോ? അടുത്ത എന്റെ സംസാരത്തിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര ഉദാഹരണങ്ങൾ. ഉമ്മയെ വിളിക്കുന്നത്, വീഴാൻ പോകുമ്പോൾ ഉമ്മയെ വിളിക്കുന്നത് പോലെയാണോ നിങ്ങൾ നിങ്ങളുടെ മഹാന്മാരെ വിളിക്കുന്നത്? നിങ്ങൾ വിളിച്ചാൽ വിളിപ്പുറത്തവർ ഓടി വരുമെന്നും അവർ നിങ്ങളെ സഹായിക്കുമെന്നും എപ്പോൾ വിളിച്ചാലും എവിടെ നിന്ന് വിളിച്ചാലും അവർ കേൾക്കുമെന്നും വിശ്വസിച്ചുകൊണ്ടല്ലേ നിങ്ങൾ അവരെ വിളിക്കുന്നത്? അങ്ങനെ വിളിക്കൽ അനുവദനീയമാണെന്ന് നിങ്ങളുടെ കിതാബുകളിലും പ്രസിദ്ധീകരണങ്ങളിലും നിങ്ങൾ എഴുതി വെച്ചതിന്റെ എത്രയെത്ര ഉദാഹരണം നിങ്ങൾക്ക് വേണം? ചോദിച്ചോ, തരാം. ലോകത്തുള്ളവരുടെ ഒക്കെ ആവശ്യവും പട്ടിണിയും പ്രയാസവും ദൂരീകരിക്കാൻ കഴിവുള്ളയാളാണ് മമ്പുറം തങ്ങൾ. അതുകൊണ്ട് അയാളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വരികൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണോ? എന്തിനാണ് മുസ്ലിയാരെ അറഫയും നിങ്ങളുടെ മമ്പുറം തങ്ങളെ വിളിയും നിങ്ങളുടെ മഖ്ബറകളൊക്കെ ഖിയാസാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇതൊന്നും ആളുകൾക്ക് മനസ്സിലാവില്ല എന്നാണോ താങ്കൾ വിചാരിക്കുന്നത്?
തികഞ്ഞ യുക്തിവാദവും അബദ്ധ ജടിലമായ വിഡ്ഢിത്തരങ്ങളുമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ അറഫയും അതേപോലെ മമ്പുറം തങ്ങളെയൊക്കെ കൂട്ടി യോജിപ്പിക്കുന്നത് ഒലക്കയും പാമ്പും കൂട്ടിക്കെട്ടിയതുപോലെ എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളൂ. പിന്നെ മുസ്ലിയാർ പറയാണ് മഹാന്മാരുടെ ഖബർ കെട്ടിപ്പൊക്കാൻ തെളിവുണ്ട് പോലും. ഖബർ കെട്ടിപ്പൊക്കാൻ തെളിവുണ്ട്. തെളിവ് കേട്ടോളി. നമ്മൾ മക്കബറകൾ കെട്ടിപ്പൊക്കുന്ന പല സ്ഥലത്തും എന്തിന്? ഖബർ പൂജയാണോ? അല്ല. അൽ-കഹ്ഫ് സൂറ ഓതി നോക്കൂ നിങ്ങൾ. അൽ-കഹ്ഫിൽ 7 യുവാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ആ 7 യുവാക്കളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോയി കാണുന്നു, അവർ മരണപ്പെടുന്നു. അവരിൽ ഒരാൾ 300 കൊല്ലം കഴിഞ്ഞ് ജീവിച്ച അവസാനം ഭക്ഷണം വാങ്ങാൻ വേണ്ടി കടയിലെത്തുമ്പോൾ 300 കൊല്ലം പഴക്കമുള്ള നാണയം കണ്ട് തിരിച്ചറിഞ്ഞ് പിന്നാലെ പോയി ബാക്കിയുള്ളവർ ഉണർന്നിരിക്കുന്നത് കണ്ട് ഉറങ്ങിക്കിടന്ന ആളുകൾ ഉണർന്ന ചരിത്രം നിങ്ങൾക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. ആ സന്ദർഭത്തിൽ അവിടെ ഒരു വാചകമുണ്ട്, ഖുർആൻ പറയുന്നത് വഖാലല്ലദീന ഗലബു അലാ അംരിഹിം ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ. അങ്ങനെ തന്നെയാണ് ഖുർആൻ പറയുന്നത്. വഖാലല്ലദീന ഗലബു അലാ അംരിഹിം, കാര്യബോധമുള്ള ആളുകൾ പറഞ്ഞു ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, നമുക്ക് ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കാം. എവിടെ? അൽ-കഹ്ഫിന്റെ ഗുഹാമുഖത്ത് ഒരു പള്ളി ഉണ്ടാക്കാം. എന്തിന്? അതിനെക്കുറിച്ച് തഫ്സീറിൽ മഹാപണ്ഡിതന്മാർ പറഞ്ഞു യുസല്ലി ഫീഹിൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാൻ അൽ-കഹ്ഫിന്റെ ഗുഹാമുഖത്ത് തന്നെ പള്ളി വേണം. കേട്ടില്ലേ? സൂറത്തുൽ കഹ്ഫിനാ ഓതിയത്, ആയത്താ ഓതിയത്. എന്താ തെളിവ്! നല്ല തെളിവല്ലേ മുസ്ലിയാരെ? ഞാൻ ചോദിക്കട്ടെ അബ്ദുസമദ് പൂക്കോട്ടൂരിനോട്, ഈ ആയത്തിറങ്ങിയത് അള്ളാന്റെ റസൂലിനല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലേ ഈ ആയത്തിറങ്ങിയത്? എന്നിട്ട് എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല എന്ന് പറഞ്ഞു? കെട്ടിപ്പൊക്കിയ ഖബർ തട്ടി നിരപ്പാക്കണമെന്ന് അള്ളാന്റെ റസൂൽ എന്തുകൊണ്ട് പറഞ്ഞു? ഇമാമിങ്ങൾ ഈ ഹദീസ് തെളിവ് പിടിച്ച് ഖബർ പൊളിച്ചു നീക്കണം എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? മുസ്ലിയാരെ? ഇങ്ങനെ ഒരു ആയത്ത് അള്ളാന്റെ കിതാബിൽ ഖബർ കെട്ടിപ്പൊക്കാനുണ്ടെങ്കിൽ, തെളിവുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെതിരെ പറയോ? അള്ളാന്റെ കിതാബിന്, അള്ളാഹുവിന്റെ കലാമിന് എതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായത് അള്ളാന്റെ റസൂലിന് ഇറക്കപ്പെട്ട ഈ ആയത്തിന്റെ ഉദ്ദേശം അതല്ല എന്ന് വളരെ വ്യക്തമല്ലേ? നബിയിൽ നിന്ന് ആയത്ത് പഠിച്ച് അതിന്റെ ഉദ്ദേശം പഠിച്ച സ്വഹാബിമാര് അവരാരെങ്കിലും മഹാന്മാരുടെ ഖബർ കെട്ടിപ്പൊക്കിയോ? എന്തിനേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലത്ത് പോലും മഹാന്മാരായ പല സ്വഹാബിമാരും വഫാത്തായില്ലേ? എന്തുകൊണ്ട് അവരുടെ ഖബർ അള്ളാഹുവിന്റെ റസൂല് ഈ ആയത്ത് തെളിവോതിക്കൊണ്ട് അതല്ലെങ്കിൽ ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ കെട്ടിപ്പൊക്കിയില്ല? മറുപടി നിങ്ങൾ പറയണം. കബളിപ്പിക്കരുത് നിങ്ങൾ. ലോകം കണ്ട ഏറ്റവും വലിയ മഹാനാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ മുത്തു നേതാവ് വഫാത്തായിട്ട് അവിടുത്തെ ഖബർ എങ്ങനെ ആയിരുന്നുവെന്ന് ആ ഖബർ നേരിട്ട് കണ്ട സഹാബിമാര് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? ഭൂമിയിൽ നിന്ന് എത്ര അള്ളാന്റെ റസൂലിന്റെ ഖബർ ഉയർത്തിയത്? ഷിബ്റൻ ഔ നഹ്വ ഷിബ്രിൻ. ഹദീസ് ഞാൻ ഓതി തരണോ? നിങ്ങൾക്കറിയില്ലേ? ഒരു ചാണോ അതല്ലെങ്കിൽ ഒരു ചാണിനോളം നബിയുടെ ഖബർ ഉയർത്തി ഭൂമിയിൽ നിന്ന് ഖബറാണെന്ന് തിരിച്ചറിയാൻ. സൂറത്തുൽ കഹ്ഫിൽ ഈ തെളിവുണ്ടായിട്ട്, ഈ ആയത്തുണ്ടായിട്ട് ഇതൊക്കെയാണ് മുൻഗാമികൾ ചെയ്തത്. അപ്പൊ നിങ്ങൾ ഓതിയ ആയത്ത് അതിനുള്ള തെളിവല്ല എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ? അതിന്റെ തഫ്സീറിലേക്കും മറ്റിലേക്കും ഒന്നും ഞാൻ പോകണ്ട. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന നിലക്കാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ചുരുക്കത്തിൽ സഹോദരങ്ങളെ, തികഞ്ഞ വിഡ്ഢിത്തരങ്ങളും യുക്തിവാദവുമാണ് ഈ അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിക പ്രമാണങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. പറഞ്ഞ കാര്യങ്ങൾ തന്നെ, യുക്തിവാദം തന്നെ തികഞ്ഞ അബദ്ധജടിലവും വിഡ്ഢിത്തരവും നിറഞ്ഞ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള മുസ്ലിയാക്കന്മാരുടെ ഈ വാചക കസർത്തുകളിൽ ആരും പെട്ടുപോകണ്ട. പരലോകം നഷ്ടമാകും. അല്ലാത്തവരെ വിളിക്കാനാണ് ഈ നിലക്കുള്ള പൊട്ടൻ വാദങ്ങളുമായി ഈ മുസ്ലിയാർ വന്നിട്ടുള്ളത്. പറഞ്ഞത് അധികമായി പോയിട്ടുണ്ടെങ്കിൽ ഇത് കേൾക്കുന്നവരോട് ഞാൻ ക്ഷമ പറയുകയാണ്. കാരണം ശിർക്കിലേക്ക് കൊണ്ടുപോകാനാണ് ഈ നിലക്കുള്ള മുടന്ത ന്യായങ്ങളുമായി മുസ്ലിയാക്കന്മാർ വരുന്നത്. അതിനെ പ്രമാണങ്ങളുമായി നേരിടുക എന്നത് നമ്മുടെ ബാധ്യതയായതുകൊണ്ടാണ് ഈ ഒരു ക്ലിപ്പിന് നമ്മൾ മറുപടി പറയുന്നത്. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. തൗഹീദിൽ അള്ളാഹു നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞുകൊണ്ട് മരണപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.